ഹലോ ഗൈസ്, എല്ലാവർക്കും ഓൾറൗണ്ട് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഗോസോയിലേക്ക് പോകണം. ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. അതിൻ്റെ മുമ്പ് എന്തെങ്കിലും കഴിക്കണം. ഇവിടെ അടുത്തൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഗാന്ധി തന്തൂരി. അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോകാൻ. സമയം ഇപ്പോൾ 10:30 ആവുന്നു. ഇന്നലെ വരെ നല്ല മഴയായിരുന്നു ഇവിടെ. ഇന്നിപ്പോൾ ഒത്തിരി സണ്ണിയാണ്, കുഴപ്പമില്ല. ഇതാണ് വല്ലട്ടയിലേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പ്. ഓപ്പോസിറ്റ് നമ്മുടെ ഗോസോ അങ്ങോട്ടൊക്കെ പോകുന്ന ഫെറി, അങ്ങോട്ടൊക്കെ പോകുന്ന ബസ് കിട്ടും. കുറച്ച് ദൂരമായിട്ടാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. കുറച്ചാണ് നടക്കണം, ഒരു 100 മീറ്റർ. അത്യാവശ്യം നല്ല വെതറാണ്. ഗോസോയിൽ എന്താ അവസ്ഥ എന്ന് അറിയില്ല, പോയി നോക്കാം. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഷോപ്പ് ഇപ്പോൾ തുറന്നിട്ടുണ്ടാവുള്ളൂ. നമുക്ക് നോക്കാം എന്തൊക്കെ ഇവിടെ ഉണ്ട്. തുറന്നിട്ടുള്ളൂ, ആരുമില്ല. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് മസാല ദോശ കഴിക്കാൻ. ഞാൻ ഇവിടുന്ന് മസാല ദോശ മാത്രമേ കഴിക്കാറുള്ളൂ. നല്ല ചൂട് മസാല ദോശയും ചായയും വന്നു, കഴിക്കട്ടെ. അങ്ങനെ ഗാന്ധി തന്തൂരിൽ നിന്ന് ഇറങ്ങി മസാല ദോശയും ചായ കുടിച്ചു. 7 യൂറോ, അതായത് നാട്ടിലത്തെ ഒരു 700 യൂറോ. ആര്യാസെന്ന് അംബിസാമിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കില്ലേ, ഒരു 100-120 രൂപയൊക്കെ കഴിക്കണേ. നല്ല ടേസ്റ്റാട്ടോ. മസാല ദോശയും ചായ നല്ല കോമ്പാണ്. ഇവിടുത്തെ വടയും സൂപ്പറാണ്. ഒരു മലയാളിയാണ് ഉണ്ടാകുന്നത്. സൂപ്പർ ടേസ്റ്റ്. അതെല്ലാം ബസ് സ്റ്റോപ്പിലേക്ക് പോകും. ഇവിടെയാണ് ബസ് സ്റ്റോപ്പ്. എല്ലാം തൊട്ടടുത്ത് തന്നെയാണ്. ഇപ്പോൾ ബസ് ഉണ്ടോയെന്നറിയില്ല. സൺഡേ ആയതുകൊണ്ട് ബസ് കുറവായിരിക്കും. അതേ ഒരു ബസ്, ആ ബസ് മിസ്സായി. അതിൻ്റെ പുറകിൽ വേറൊരു ബസ് വന്നു, പക്ഷേ ഓടി കിട്ടിയില്ല. ഫുള്ളായിരുന്നു. ഫുള്ളാണെങ്കിൽ ഇവിടെ നിർത്തില്ല. ഹാസൻ ഇതാണ് ഇവിടുത്തെ കാർഡ്, ബസ് കാർഡ്. നോക്കാം അടുത്ത ബസ് വരുമ്പോൾ. നമ്മളെ ബസ് വന്ന് ഗൈസ്. ബസ് എന്നുള്ള കാഴ്ചകളാണ്. അങ്ങനെ നമ്മൾ ഫെറിയിൽ എത്തിയിരിക്കുകയാണ്. ബസ് ഇറങ്ങി അരമണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് കയറുമ്പോൾ ടിക്കറ്റൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് ഗോസോ തിരിച്ചു വരുമ്പോഴാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഈ വഴിയാണ് ഗോസോ, അപ്പുറത്തെ വഴി കോമേന. നല്ല വെതറാണ്. എന്തായാലും ഇവിടെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുകയാണ്. ആദ്യം ഇങ്ങനെ അല്ലായിരുന്നു. നല്ല കാറ്റുണ്ട്. ഇതാണ് നമ്മൾ പോകുന്ന കപ്പൽ. അതിൽ കാറ് കയറും ആൾക്കാർ വഴി, കാറ് ഇത് ആ വഴി. അങ്ങോട്ട് പോകുന്നവർക്ക് ടിക്കറ്റ് എടുക്കണ്ടായിരുന്നു. നല്ല തിരക്കുണ്ട്. കയറാൻ പോവാം. സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട്. ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. അവിടെ എത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ ടിക്കറ്റ് എടുത്താൽ മതി. വണ്ടികളെ കയറുന്നുണ്ടോ, കയറുന്നു ഇറങ്ങുന്നു. ഓക്കെ, ഓക്കെ. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ്.
പിന്നെ അവർ എളുപ്പമുള്ള കാര്യം ടിക്കറ്റ് ഇപ്പോൾ എടുക്കണ്ട, അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ടിക്കറ്റ് എടുത്താൽ മതി. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നതെന്ന് അറിയില്ല, കാരണം ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നില്ല. കപ്പൽ കിടന്ന് ആടുന്നു കാറ്റിൽ. നല്ല കാറ്റുണ്ട്. നല്ല തിരക്കാണ്. ഇവിടുത്തെ ഫുഡ് കോർട്ട് കൊള്ളാം. പുറത്തത്തെ വ്യൂ നോക്കട്ടെ എങ്ങനെയുണ്ട് എന്ന്. താങ്ക് യു. പൊളി. കാറുകൾ ഇങ്ങോട്ട് കയറ്റുന്നുണ്ട്. ഇത് വന്ന ബസ് വണ്ടികൾ കയറ്റുന്നു. ഷിപ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഒരു ഷിപ്പ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഗോസോന്ന് വരുന്നുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. കാറുകളെല്ലാം കയറി കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് എടുക്കും. നമ്മൾ നേരത്തെ കണ്ട ഷിപ്പ് ദേ അതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പൊക്കി വെച്ചിട്ട് കാറിൽ കയറാൻ പറ്റുന്ന രീതിയിൽ തൊട്ടിപ്പുറത്ത് ഒന്ന് പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മളെ ഷിപ്പ് എടുക്കും. ആങ്കർ തിരിച്ച് കയറ്റാണ്. ഷിപ്പ് എടുക്കാനായി. എല്ലാം ഇലക്ട്രിക്കലാണ്. ഫ്രണ്ടിലത്തെ ആങ്കർ എടുക്കുമ്പോൾ അതെ വിട്ടു പോവുകയാണ്. എയർപോർട്ടിലെ എയറോ ബ്രിഡ്ജ് പോലെയാണ് ഈ സാധനം. നമ്മൾ ഈ ബ്രിഡ്ജ് വഴിയാണ് ഷിപ്പിലേക്ക് കയറിയത്. നല്ല വെതറാണ്.
ഗോസോ. എത്തിയിരിക്കുകയാണ്. ഇതാണ് ഗോസോ പേര്. എന്താ മോനെ, എന്താണ് ഹോളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോസോലെത്തിയിരിക്കുകയാണ്. ഗോസോല് നമ്മൾ പോന്നിരിക്കുന്നത് വിക്ടോറിയന്ന് ബസ് എടുത്തിട്ട് സ്ലണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിന് മുമ്പ് കൂടെ വന്നിട്ടുണ്ട്. അടിപൊളി ക്ലിഫൊക്കെ ഉള്ള സ്ഥലമാണ്. ഇന്നാണെങ്കിൽ നല്ല വെതറാണ്. ഇന്ന് ചിലപ്പോൾ ഞങ്ങൾ ചാടും. റൂമിലേക്ക് പോയി നോക്കട്ടെ. ഇന്നിപ്പോൾ ഞാൻ മാൾട്ടയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ജസ്റ്റ് 2 ദിവസം ലീവ് ആയതുകൊണ്ട് ചുമ്മാ ഒന്ന് ചില്ലടിക്കാൻ വേണ്ടി വന്നു. അതിന് മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. വെരി കാം ആൻഡ് ക്വയറ്റ്. നല്ല വെതറാണ്. ഇന്ന് ഉച്ചയ്ക്കുള്ള ഫുഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ബിരിയാണിയാണ് പ്ലാൻ. നേരത്തെ കണ്ടില്ലേ തൻസീർക്ക, മൂപ്പര് കൊച്ചിക്കാരനാണ്. ഇപ്പോൾ നല്ല സൂപ്പറായിട്ട് ഫുഡ് ഉണ്ടാക്കും. മൂപ്പര് ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ബസ്സിൽ വന്ന, അല്ലെങ്കിൽ വിക്ടോറിയയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരായിരുന്നു. ഈ കയറ്റം കയറണം. കയറ്റം കയറിയിട്ട് റൈറ്റിലേക്കാണ് റൂം, അവരുടെ റൂം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റോൺ കണ്ടോ, നല്ല ഗോൾഡൻ കളർ. ഇത് ലൈം സ്റ്റോണാണ്. ഇതാണ് മാൾട്ടയുടെ ഒരു ഐക്കോണിക് കളർ. ഇവരിപ്പോൾ പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ്. അതാണെങ്കിൽ ഈ ഒരു കളർ വെച്ചുള്ള സ്റ്റോൺ കൊണ്ടൊക്കെ തന്നെ ഇവരുണ്ടാക്കണം. അതുകൊണ്ടാണ് ടൂറിസ്റ്റുകൾ ഇത്രയും കൂടുതൽ ഇവിടെ വരാനുള്ള കാരണം. ഇവരിപ്പോഴത് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. നല്ല ഭംഗിയില്ല കാണാൻ. ഐ തിങ്ക് ഇതാണ് അവരുടെ റൂം. ഇതിൻ്റെ മേളിലാണ്. കുഞ്ഞു ഡോറാണ് പോകേണ്ടത്. ഓക്കെ, അതെ, ഗേറ്റ് തുറന്നു, കയറുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും കല്ലുമ്പുളം പറഞ്ഞാൽ കേട്ടില്ലേ, ഇതുപോലത്തെ ഒരു വഴിയാണ്. വീണ്ടും വെള്ളേക്ക് ആശാനേ, മോനെ മാട്രിമോണിയുടെ ഫോട്ടോ റെഡി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ.
അതെ സുഹൃത്തുക്കളെ, നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഒരേ ഒരു ആശാൻ. ഇത് ആശാൻ്റെ ഒരേ ഒരു ശിഷ്യൻ. ഫ്രം തൃശ്ശൂർ, ഫ്രം കോട്ടയം. വെറുതെ ഇതാണ് ഞങ്ങള് ബിരിയാണിയൊക്കെ കഴിച്ച് വൈകിട്ട് ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ചാടിയായിരുന്നു. നല്ല രസമാണ്. അത് നല്ല ആഴമുണ്ട് കേട്ടോ. നീന്താനൊന്നും അറിയില്ല, ചാടിയിട്ട് ഇങ്ങനെ തിരിച്ച് കയറി. ഞങ്ങളിവിടെ ഇങ്ങനെ ഒരു ക്ലിഫിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് ഇതാ ഈ ക്ലിഫിൻ്റെ മുകളിലേക്ക് കയറാനുള്ള പരിപാടിയിലാണ്. ഞങ്ങൾ ഓപ്പോസിറ്റ് ആയിരുന്നു, അവിടെ ആയിരുന്നു. അവിടുന്ന് ഇങ്ങനെ വന്നു. ഒരു ചെറിയൊരു ഫോട്ടോ പരിപാടിയിലാണ്. ഞങ്ങളിങ്ങനെ മുകളിലേക്ക് കയറാൻ പോവുകയാണ്. ചെങ്കുത്തായ അടിപൊളി. ഇത് കയറി തീർക്കാൻ നല്ല സ്റ്റാമിന വേണം. അങ്ങനെ ഈ ക്ലിഫിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ നടന്നു വരികയാണ്. സ്റ്റോണുണ്ട്, ചെത്തി മുക്കി വഴിയാണ്. ഇവിടുന്ന് വീണ പിന്നെ നോക്കാം. നിങ്ങളൊക്കെ ഓക്കെ. ഞാൻ ഈ വഴിയുടെ ഒന്ന് താഴത്തേക്ക് വിട്ടു. ഇത് കോസോയിൽ സ്ലണ്ടി എന്ന് പറഞ്ഞ സ്ഥലം. ഫുൾ ഓഫ് ഡാർക്ക്. ഞങ്ങളുടെ മര ഇത് അത്തണ്ടം വരെ ഉള്ളൂ. വാവ്. അതായത് ഒരു ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ഇല്ലേ, സെറ്റായ വിട്ടോ വിട്ടോ ഓക്കെടാ. ടിക്കറ്റ് റിട്ടേൺ ടിക്കറ്റ് എടുത്തു 4.65. അതായിരുന്നു ടിക്കറ്റ് കൗണ്ടർ. സോ ഫാസ്റ്റ്.
നമ്മൾ വരുമ്പോൾ ടിക്കറ്റ് എടുത്തതല്ല, പോകുമ്പോഴാണ് ടിക്കറ്റ് എടുത്തത്. നമ്മൾ പോവുകയാണ്. സ്കാൻ ചെയ്യുന്നു, വാതിൽ തുറക്കുന്നു. എയർപോർട്ട് പോലെ തന്നെ. ഷിപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ്സ് ദേറാ. ഓക്കെ, കറക്റ്റ് സമയത്താണ് നമ്മൾ വന്നത്. വന്നപ്പോൾ ഒരുപാട് ലേറ്റായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. സാധാരണ ഞാൻ ഇങ്ങനെ ആരും ഇല്ലാത്ത സമയത്താണ് വന്ന് പോയിട്ടുള്ളത്. അതാണ് സുഖം. ആള് കയറാറുണ്ട്. ആരുമില്ല, ഫ്രീ ആണ്. ശരിക്കും ഇങ്ങനെ യാത്രയാണ് സുഖം. ഞാൻ ഈ യാത്രയുടെ വീഡിയോ ഷോർട്സ് ആയിട്ട് ഇടാനാണ് പ്ലാൻ ചെയ്തത്. ഇത് പക്ഷേ ഷോർട്സിൽ നിൽക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കുറച്ചധികം ലെങ്തിയാണ്. നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഷിപ്പിലേക്ക് പോവുകയാണ്. അതാ വലുതാല് വെച്ച് ഷിപ്പിലേക്ക് കയറിയിരിക്കുകയാണ്. ഒന്ന് ബാത്റൂമിലൊന്ന് പോകണം. ഓക്കെ, ഷിപ്പിൻ്റെ ഉള്ളിലെത്തി. അങ്ങനെ നമ്മൾ ഷിപ്പിൽ കയറിയിരുന്നു. ഇതിവിടുത്തെ ഒരു ഫുഡ് കോർട്ടാണ്, വലിയ ഫുഡ് കോർട്ടാണ്. ഒരുപാട് പേർക്ക് ഇരിക്കും. തണുപ്പായതുകൊണ്ട് എല്ലാവരും ഉള്ളിലാണ്. അങ്ങനെ നമ്മൾ മാൾട്ടയിലെത്തിയിരിക്കുകയാണ്. ഗോസയിൽ നിന്ന് ഗേറ്റ് ഇപ്പോൾ തുറക്കും. ഇപ്പോൾ ഷിപ്പ് ഡോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. GPS ഡോക്കിംഗ് ആണ്. പുതിയ സിസ്റ്റം അനുസരിച്ച് GPS അനുസരിച്ചിട്ടാണ് ഡോക്കിംഗ് നടക്കുക. ഇപ്പോൾ ഗേറ്റ് തുറക്കും. അതിവിടെ ഹൈഡ്രോളിക്കാണ്. ഇതാണ് അതിൻ്റെ പാനൽ. ഏതാനും നിമിഷങ്ങൾക്കകം വയർലെസ് ഓപ്പറേറ്റർക്ക് മെസ്സേജ് വരും. മൂപ്പർ തുറക്കും. മൂപ്പർ തുറക്കാൻ പോകുന്നു. കണ്ട ഹാൻഡ് റെയിലും പൊങ്ങി. മാൾട്ടയിലേക്ക് എത്തിയിരിക്കുകയാണ്. രാവിലെ വന്ന വഴിയിലൂടെ തന്നെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി ബസ് എടുത്ത് നേരെ റൂമിലേക്ക്. തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റാൻഡിൽ. ഇവിടുന്ന് ബസ്സിന് ഒരു അരമണിക്കൂറുള്ള റൂമിലേക്ക്. ഒരു ചെറിയൊരു ഡൊമസ്റ്റിക് എയർപോർട്ട് പോലെ തന്നെയല്ല. സെക്യൂരിറ്റി ചെക്കൊന്നുമില്ല മാത്രം. പുറത്തെത്തി. ഷിപ്പ് തുറന്നിരിക്കണ്ട. നമ്മൾ വന്ന ഷിപ്പിൽ നിന്ന് വണ്ടികൾ പുറത്തേക്ക് വരുന്നു. അതാ ബസ് കാത്തിരിക്കുന്നു.
ബസ് കാർഡുണ്ട് നമ്മുടെ കയ്യിൽ. സോ നമ്മുടെ ബസ് നമ്പർ നോക്കിയിട്ട് നമുക്ക് ബസ്സിലേക്ക് കയറാം. അങ്ങനെ നമ്മൾ ബസ് വന്നു, ഡ്രൈവർ കയറി, ആലപ്പുഴ ഓർമ്മ. إلى الله يما هنا شجفيني لو النايم ما هو قديم تلو 41 نرمو خريط നമ്മളാണ് ഫസ്റ്റ്. فينا الكونديشن ഇവിടെ നിന്ന് ഒരു അരമണി. അതെ ഗൈസ്, നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ വന്ന ബസ് നേരെ റൂമിലേക്ക് നടക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വൺ ഡേ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും